ലോകത്തു നിന്ന് വളരെ സുന്ദരമായ ചില വാർത്തകൾ വരികയാണ്. ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാലിൽ വീഴുന്നു എന്ന വാർത്ത വരുന്നു. പ്രസിഡന്റ് ട്രംപ് കാൾസ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ടു ഡിസ്കസ് എൻഡിങ് ദി വാർസ് ഇൻ ഇറാൻ ആൻഡ് ഉക്രൈൻ. ഉക്രൈനിലെയും ഇറാനിലെയും യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി പുടിനെ ഫോണിൽ സംസാരിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ഇതൊരു വ്യാജ വാർത്തയല്ല, ഇത് റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷെ ഇവിടെ നാം ചിന്തിക്കേണ്ടത് യുദ്ധം ആരാണ് ആരംഭിച്ചത്, എന്ത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ട്രംപ് യുദ്ധം ആരംഭിച്ചത്? ഈ ചർച്ചകളുടെ അവസരം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതെല്ലാം വഴിയിൽ വെച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യം നേടാമെന്ന് ട്രംപും നെതന്യാഹുവും കരുതിയിരുന്നുവെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ലക്ഷ്യം ഇപ്പോൾ നേടിയിട്ടുണ്ടോ? ഇറാന്റെ ഭരണം മാറിയിട്ടുണ്ടോ? അതല്ല ഇറാൻ ഇപ്പോൾ മിസൈൽ പരിധിയുടെ ദൂരം കുറച്ചിട്ടുണ്ടോ? മാത്രമല്ല റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നത് ഇറാൻ ഇപ്പോൾ നിർത്തിവെച്ചോ? ഏത് ലക്ഷ്യം നേടിയതിനു ശേഷമാണ് ഇപ്പോൾ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് ട്രംപ് ചർച്ച ചെയ്യുന്നത്? മാത്രമല്ല കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ്. എന്നാൽ ഇതിന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കടുത്ത ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ട്രംപ് പറയുന്നു ഇറാൻ ഇപ്പോൾ നേടേണ്ടതെല്ലാം അവർ നേടിയിരിക്കുന്നു എന്നാണ്. വിജയം യഥാർത്ഥത്തിൽ ഇറാൻ കൈവരിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നത്. ട്രംപ് സേസ് ഇറാൻ ഹാസ് ഷൂട്ട് എവറിത്തിങ് ദേ ഹാവ് ടു ഷൂട്ട്. അവർ ആക്രമിക്കേണ്ട എല്ലാ ലക്ഷ്യങ്ങളും ഇറാൻ ഇപ്പോൾ ആക്രമിച്ചു കഴിഞ്ഞു. ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. നിങ്ങൾക്ക് കാണാം, ഇതിൽ ട്രംപ് തന്നെ പറയുകയാണ് ദേ ഹാവ് ഷൂട്ട് എവറിത്തിങ് ദേ ഹാവ് ടു ഷൂട്ട്. അവർക്ക് ലക്ഷ്യം വെക്കേണ്ട, അവർക്ക് ഷൂട്ട് ചെയ്യേണ്ട എല്ലാം ഇറാൻ ഷൂട്ട് ചെയ്തു. ആൻഡ് ദേ ബെറ്റർ നോട്ട് ട്രൈ എനിത്തിങ് ഗുഡ്. ഇനി അപ്പുറത്ത് മറ്റേതെങ്കിലും പുതിയത് പരീക്ഷിക്കാൻ അവർ ശ്രമിക്കാതിരിക്കുന്നതാണ് ഇറാന് നല്ലത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ നാടിനെ തുടച്ചു നീക്കും, പിന്നെ ഇറാന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. പക്ഷെ ഇതിലൂടെ ഇറാൻ യുദ്ധം നിർത്താൻ വേണ്ടിയാണ്, അവരെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞല്ലോ, ഇനി യുദ്ധം അവസാനിപ്പിച്ചുകൂടെ എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രംപ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എവിടെ മറച്ചു വെച്ചാലും ഇറാന്റെ ആക്രമണങ്ങൾ എവിടെയൊക്കെ ഉണ്ടായി എന്നത് അരമനകളിൽ ചർച്ച ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപിന് ബോധ്യപ്പെടുന്നുണ്ട് എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ വരികളിലൂടെ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നിലപാട് എന്താണ് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കൃത്യമായി പറഞ്ഞു, ഇറാൻസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് announced that it will not allow 1 liter of oil to leave the Middle East while US and Israel strike continue. യുഎസും ഇസ്രായേലും അവരുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ 1 ലിറ്റർ പെട്രോൾ പോലും ഓയിൽ പോലും ഹോർമസ് കടലിടുക്കുകളിലൂടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. The guard said it alone will determine when the conflict end. എന്നാൽ ട്രംപ് പറഞ്ഞു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന്. അതിന് കൃത്യമായ മറുപടി റവല്യൂഷണറി ഗാർഡ് തന്നെ പറയുന്നു. ആരാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന് അത് ഗാർഡ് തീരുമാനിക്കും. റവല്യൂഷണറി ഗാർഡ് ഇറാൻ ആയിരിക്കും തീരുമാനിക്കുക, അത് ട്രംപ് അല്ല. ട്രംപിന് തുടങ്ങാൻ കഴിയും, പക്ഷേ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പത്രം BBC ആണ്. BBC പറയുന്നു ടെഹ്റാൻ will not allow 1 liter of oil to be exported from the region if the US and Israel attack continue. ഇസ്രായേലും അമേരിക്കയും അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കെ 1 ലിറ്റർ പോലും ഇന്ധനം പുറത്തേക്ക് പോവാൻ അനുവദിക്കുകയില്ല എന്ന് അവർ ശപഥം ചെയ്ത് പറയുകയാണ്. ഈ വാർത്ത റോയിറ്റേഴ്സിൽ നിന്നാണ് BBC ഉദ്ധരിക്കുന്നത്. ട്രംപിന്റെ എല്ലാ അഭിമാനവും മാനവും എല്ലാം നഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഹോർമസ് കടലിടുക്കിൽ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ ഒരു പ്രശ്നവുമില്ല, കപ്പലുകൾക്ക് പോകാം, സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സൈന്യം സജ്ജമാണ്, അവർക്ക് അതിനുള്ള ഉത്തരവ് കൊടുത്തു എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസം കഴിയുന്നു. ഹോർമസ് കടലിടുക്ക് ഇപ്പോഴും ചലനമില്ലാതെ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞു അങ്ങനെ ഒരു കപ്പലുണ്ടെങ്കിൽ, അമേരിക്കയുടെ ഒരു കപ്പലിന് സുരക്ഷ നൽകാൻ കഴിയുമെങ്കിൽ ആ കപ്പൽ ഹോർമസ് കടലിടുക്കിലേക്ക് കടന്നു വരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് അവർ കൃത്യമായി വെല്ലുവിളിയോടുകൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ പറയുന്നു ടെഹ്റാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹാസ് റെസ്പോണ്ടഡ് ടു ട്രംപ്സ് comments that the war in Iran would end soon. വളരെ പെട്ടെന്ന് ഇറാനിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അതിന് മറുപടി എന്ന നിലയ്ക്ക് saying that they will determine the end of the war. ഈ വാർ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് അവർ റവല്യൂഷണറി ഗാർഡാണ് തീരുമാനിക്കുക എന്നാണ്
അവർ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ വളരെ ഗുരുതരമായ മറ്റൊരു പ്രസ്താവനയും കൂടെ നടത്തിയിട്ടുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഇറ്റ് വിൽ ഓപ്പൺ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ഫോർ അറബ് ആൻഡ് യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്പ് അതുപോലെ അറബ് കൺട്രികൾക്ക് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കും. പക്ഷേ ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, ദാറ്റ് എക്സ്പെൽ US ആൻഡ് ഇസ്രയേലി അംബാസിഡേഴ്സ്. US-ന്റെയും അതുപോലെ ഇസ്രയേലിന്റെയും അംബാസിഡർമാരെ പുറത്താക്കാൻ തയ്യാറാണെങ്കിൽ ആ രാഷ്ട്രങ്ങൾക്ക് എണ്ണ നൽകാൻ തയ്യാറാണ് എന്നാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞത്, ഞങ്ങളെ ഒരുപാട് മധ്യവർത്തികൾ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെടുന്നു എന്നാണ്. അമേരിക്ക നിരന്തരമായി പലരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ. റഷ്യയും ചൈനയും ഫ്രാൻസും തുടങ്ങിയിട്ടുള്ള പല മധ്യവർത്തികളും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അവരോട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ആരുടെയും ഒരു മധ്യവർത്തിത്വം ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. അമേരിക്കയുമായി ചർച്ച ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ തീരുമാനത്തിലേ ഇല്ല. അങ്ങനെ ഒരാളും ഞങ്ങളെ സമീപിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി എന്നാണ് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇറാന്റെ മുന്നിൽ അവർ യുദ്ധം നിർത്താൻ നിരുപാധികം പറയുന്നത്, യുദ്ധം ആരംഭിച്ച ഇസ്രയേലും അമേരിക്കയും നിരുപാധികം യുദ്ധം അവസാനിപ്പിച്ച് കയറിപ്പോവുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഡിമാൻഡുകളാണെങ്കിൽ അവർക്ക് മുന്നിൽ പറയാനുള്ളത്, ഇസ്രയേലും അമേരിക്കയും മുന്നോട്ട് വെച്ച 3 കാര്യങ്ങളിൽ ഒരു കാരണവശാലും ചർച്ചയില്ല. മിസൈൽ ദൂരപരിധി, അതുപോലെ ഞങ്ങളുടെ സമാധാനപരമായ ആണവ റിയാക്ടർ സംവിധാനങ്ങൾ, അതുപോലെ മൂന്നാമത്തേത് പ്രതിരോധ സംഘങ്ങൾക്ക് സഹായം നൽകുന്നത്. ഈ 3 വിഷയത്തിൽ ചർച്ചയില്ല. മാത്രമല്ല അമേരിക്കയുമായി ഒരിക്കലും ഇനി നേരിട്ടുള്ള ചർച്ചയില്ല. കാരണം അമേരിക്ക 2 തവണയും ചർച്ചയിലൂടെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇനി അവരുമായി ചർച്ചയില്ല. മറ്റേതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ റഷ്യ, ചൈന തുടങ്ങിയ മധ്യവർത്തികൾ മാത്രമേ, അല്ലെങ്കിൽ ഒമാൻ, അതുപോലെ തന്നെ തുർക്കി, ഈ മധ്യവർത്തികൾ മുഖേന മാത്രമേ ചർച്ചയുണ്ടാവുകയുള്ളൂ. അതോടൊപ്പം ഒരു ഡിമാൻഡ് കൂടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്ത് തീരുമാനമാണോ ഇറാനും ഇസ്രായേലുമായി എടുക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയുമായി തീരുമാനമുണ്ടാക്കുന്നത്, ആ തീരുമാനം പൂർണ്ണമായും ലെബനാനും ബാധകമായിരിക്കും. ഇനി ആക്രമിക്കുകയില്ല എന്ന തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം ലെബനാനും ബാധകമായിരിക്കും. അല്ലാത്ത ഒരു കരാറും അമേരിക്കയും ഇസ്രായേലുമായി ഞങ്ങൾ അല്ലാത്ത ഒരു ചർച്ചക്കും തയ്യാറല്ല എന്ന് ഇപ്പോൾ ഇറാൻ കൃത്യമായി പറഞ്ഞു. യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ ഗതികൾ മാറുകയാണ്. പുതിയതായി വരുന്ന വാർത്ത, ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള ചെലവ് വരുന്നു. ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ ടെൻസ് ഓഫ് ബില്യൺസ്, ഡസൻ കണക്കിന് ബില്യൺസ് രൂപയാണ് പെന്റഗൺ ഇപ്പോൾ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത് എന്നാണ് വരുന്നത്. US വോയിസ് യൂസർ 5.6 ബില്യൺ വോട്ട്സ്. ഈ യുദ്ധത്തിന്റെ ആദ്യത്തെ 48 മണിക്കൂർ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ US സൈന്യം ഉപയോഗിച്ചിരിക്കുന്നത് $5.6 ബില്യൺ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ കൂടുതൽ ഫണ്ടിങ് ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ പെന്റഗൺ കോൺഗ്രസിനോട് ആവശ്യപ്പെടാൻ പോകുന്നത്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ഇവരോട് കാര്യങ്ങൾ അവർ ഹിയറിംഗിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ നിയമസാധുത, എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചത്, ആരുടെ അനുമതിയോടെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗൗരവമായ ചില ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രിയെയും ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. എന്തായിരുന്നാലും ഈ യുദ്ധം എത്രമാത്രം അമേരിക്കയും ഇസ്രയേലും താഴോട്ട് പോകുന്നോ അത്രമാത്രം രാഷ്ട്രീയമായ തലങ്ങളിൽ വലിയ സമ്മർദ്ദം നെതന്യാഹുവിനും അതുപോലെ ട്രംപിനും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.